നമസ്കാരം. എന്തായി പഠനമൊക്കെ? പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടേം എക്സാം മലയാളം അടിസ്ഥാന പാഠാവലി നാളെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് നാളെ പരീക്ഷയ്ക്ക് എളുപ്പമാകുന്ന തരത്തിൽ ആ പാഠഭാഗങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് അത്യാവശ്യം ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു തരാം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. എന്തായാലും നിങ്ങളുടെ പഠനത്തിനിടയിൽ സമയം കിട്ടുന്നത് പോലെ മേ ബി ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങളൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്തായാലും ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പുതിയ പാറ്റേണുകളൊക്കെ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിന്റെ പുതിയ പാറ്റേണുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ തന്നെ ശ്രദ്ധിച്ചുകൊള്ളുക. ഒരു 50% ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തന്നെയും ആ ഒരു ഒരു രീതിയിൽ, അതായത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തുന്ന രീതി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്തുന്ന രീതി ആയിരിക്കില്ല വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ഇനി നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. ഒരു യൂണിറ്റ് ആണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്, അല്ലെ? നടുക്കും തോറും തെളിയും വഴികൾ എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റ്. അതിൽ 3 പാഠങ്ങളാണ്: ശാന്തിനികേതനം, സ്മാരകം, മണാൽ കുണൽക്ക് ഇടയിലൂടെ എന്നിങ്ങനെ 3 ചാപ്റ്ററുകളാണ്. അപ്പൊ ഇവിടെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒന്നാമത്തെ യൂണിറ്റിന്റെ, ആ യൂണിറ്റിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഈ നടക്കും തോറും തെളിയും വഴികൾ എന്ന് പറയുന്ന ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവേശക പാഠത്തിൽ നിന്നായിരുന്നു ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് വന്നത് കണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിന്റെ ആദ്യമേ മുതൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പോവുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ നടക്കും തോറും തെളിയും വഴികൾ എന്ന് പറയുന്ന ഇതിലേക്ക് കടക്കുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുജാത ദേവി എന്ന് പറയുന്ന ആളുടെ ഒരു ലെറ്ററാണ്. നമ്മുടെ സുഗതകുമാരിയുടെ സഹോദരി സുഗതകുമാരിക്ക് എഴുതുന്നൊരു ലെറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ സുഗതകുമാരിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോണം, സുഗതകുമാരിക്കുള്ളതാണ്. പിന്നെ ഏത് ടൈപ്പ് ഓഫ് ഇതാണ്, ലെറ്റർ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക, ലെറ്റർ ആണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്? അവർ നടത്തിയ 2 മാസത്തെ യാത്രയെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. പരീക്ഷയ്ക്ക് നമുക്കതിൽ എന്തൊക്കെ വരാം? അതിലെ ചില വാക്കുകളെയും അതിലെ ചില എന്താണ് പ്രയോഗങ്ങളെയൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അതിൻ്റെ ആശയത്തെ ചോദിക്കാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം അതിൽ ഒരു ചോദ്യം തന്നെ നമ്മുടെ ഈ ശീർഷകം എന്ന് പറയുന്ന സാധനം. ഇപ്പം ശീർഷകം എന്ന് കേൾക്കുമ്പോൾ ഒന്നും ഞെട്ടണ്ട, അതിൻ്റെ അകത്ത് ആ ഒരു ടൈറ്റിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ശീർഷകം എന്ന് പേര് കേൾക്കുമ്പോൾ ഒന്നും അയ്യോ അതെന്ത് സാധനമാണെന്ന് ഓർക്കണ്ട, സംഭവം ഇത്രയേ ഉള്ളൂ, അതിന്റെ ടൈറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നടക്കും തോറും തെളിയും വഴികൾ എന്ന ശീർഷകം ഉയർത്തുന്ന ചിന്തകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം എഴുതേണ്ടത്? ഇതൊരിക്കലും നമുക്ക് നോട്ടിലായിട്ട് അങ്ങനെയൊന്നും ചിലപ്പം ഉണ്ടാവണം എന്നില്ല. അപ്പൊ ഇവിടെ നമ്മുടെ സ്വന്തം അനുഭവങ്ങളെയും അല്ലെങ്കിൽ നമ്മൾ കണ്ട കാഴ്ചകളെയും അതിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇവിടെ ഉത്തരം എഴുതാനായിട്ട്. അപ്പൊ അതിന് കുറച്ച് സൂചനകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേശസഞ്ചാരത്തിലൂടെ മനുഷ്യരിൽ രൂപപ്പെടുന്ന വിവിധ മൂല്യങ്ങളും മനോഭാവങ്ങളും ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു. യാത്രയിലൂടെ ലഭിക്കുന്ന അറിവുകളും അനുഭവങ്ങളും അനുഭൂതികളും എല്ലാം സ്വയം തിരിച്ചറിയാനും കൂടുതൽ തെളിച്ചമുള്ള ജീവിത വഴികളിലേക്ക് നയിക്കപ്പെടുവാനും നമ്മളെ അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുന്നു. ജീവിത യാത്രയെക്കുറിച്ച് കൂടി ഈ ശീർഷകം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ കൊടുക്കാം നടക്കും തോറും തെളിയും വഴികൾ എന്ന് പറയുന്ന ആ പ്രയോഗം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കുട്ടിയായിരുന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ജീവിത രീതികളാണോ ഇപ്പോൾ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലേ? അപ്ഡേഷൻസ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്താണ്? ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും നമ്മൾ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ, അനുഭവങ്ങളിലൂടെ, എക്സ്പീരിയൻസിലൂടെ നേടുന്ന മൂല്യങ്ങളെയും മനോഭാവങ്ങളെയും അറിവുകളെയും ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാം. അപ്പൊ ഓർക്കുക, നടക്കും തോറും തെളിയും വഴികൾ എന്ന് പറയുന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ലഭിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞ യാത്രയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതും അതിലൂടെ നിങ്ങൾക്ക് നേടിയിട്ടുള്ള അറിവുകളും നിങ്ങളുടെ അനുഭവങ്ങളും
ഇതിനെ എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. നിങ്ങളുടെ പേരൊന്നും എഴുതി വെക്കണ്ട അവിടെ. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ഒരു എന്താണ് ഒരു പാരഗ്രാഫിലോ അല്ലെങ്കിൽ 1.5 പാരഗ്രാഫിലൊക്കെ ചുരുക്കാവുന്ന രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഭാഗം പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ ഇതിൽ നിന്ന് തന്നെ സുജാത ദേവി നടത്തിയ യാത്ര എങ്ങനെയുള്ള യാത്രയായിരുന്നു? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ സാധ്യത കുറവാണ്, പക്ഷെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ യാത്രിക നേടിയ അനുഭവ പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ സുജാത ദേവി സഹോദരിക്ക് അയച്ച എന്താണ് ലെറ്റർ അല്ലെങ്കിൽ എഴുത്ത് നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങളുടെ ഒരു യാത്രാനുഭവം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ പറയുന്ന പോലെ മൂന്നാറിലേക്ക് ഞാൻ പണ്ട് യാത്ര ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്താണ് കുവൈറ്റിലേക്ക് യാത്ര ചെയ്തിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു യാത്രാ വിവരണത്തിന്റെ ഫോർമാറ്റ് ഉണ്ട്, അതെങ്ങനെയാണ് എഴുതേണ്ടത്, അതിനകത്ത് കുറേ എന്താണ് സവിശേഷമായ പ്രയോഗങ്ങൾ, എഴുത്ത് രീതികൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വെറുതെ ഞാൻ രാവിലെ 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി കാറും കൂടി മൂന്നാറിലേക്ക് യാത്ര ആരംഭിച്ചു, പോകുന്ന വഴി വെള്ളച്ചാട്ടം കണ്ടു, തേയില കണ്ടു, ഇങ്ങനെയുള്ളതൊന്നും ആ ഒരു ഇതല്ല. വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ഫീലിങ്സ്, നമുക്ക് വാക്മയ ചിത്രം എന്ന് പറയുന്നു, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സിൽ കിട്ടണം. വായിക്കുമ്പോൾ നമ്മൾ അതിലൂടെ സഞ്ചരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടണം. സോ നമുക്ക് അത് എത്രത്തോളം എഴുതാൻ പറ്റും എന്നതനുസരിച്ചിരിക്കും നമ്മുടെ മാർക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതാൻ മാക്സിമം ശ്രമിക്കുക. പരമാവധി ഞാൻ അത്രേ പറയുന്നുള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റും, പറ്റാത്ത രീതിയൊന്നുമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കുറെ സൂചന ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 മാസം നീണ്ടുനിന്ന യാത്രയാണ് ലേഖക നടത്തിയത്. സാധാരണ ജീവിതത്തിൽ നിന്നും കിട്ടുന്നതിനപ്പുറമുള്ള വലിയ ജീവിത പാഠങ്ങളാണ് ഈ യാത്രയിലൂടെ ലഭിച്ചത്. വ്യത്യസ്തമായ ധാരാളം അറിവുകളും അനുഭവങ്ങളും അനുഭൂതികളും ലഭിച്ചു. നാട്ടിലൂടെയുള്ള യാത്രയിൽ നിന്നും ഏറെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കാട്ടിലൂടെയുള്ള യാത്രയിൽ നിന്നുണ്ടായത്. തുടങ്ങിയ കുറെ കാര്യങ്ങളെക്കുറിച്ച് ആ ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സുജാത ദേവിയെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളാം. മേ ബി ചിലപ്പം ഈ പറയുന്ന ഏതെങ്കിലും ഇപ്പം ഇതിൻ്റെ അകത്ത് കാടുകളുടെ താളം തേടി 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, ആരാണ് എഴുതിയത് ചിലപ്പോൾ ചോദിക്കാം, സുജാത ദേവി ഓർത്ത് വെച്ചുകൊള്ളുക. അങ്ങനെയുള്ള ചിലപ്പോൾ സംഭവങ്ങൾ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഇത് ഈ നമ്മുടെ പ്രവേശക പാഠത്തിൻ്റെ അകത്ത് തന്നെ വേറൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതായത് ഇവർ പറയുന്ന ഒരു നിങ്ങളെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അറിയാം, പുസ്തകത്തിൻ്റെ അകത്ത് ഒന്നാമത്തെ ഭാഗത്തിൻ്റെ അകത്ത് തന്നെ ഒരു സാഡർ ആൻഡ് വൈസർ ആക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞൊരു ഭാഗം കൊടുക്കുന്നുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ശൈലി പ്രയോഗമാണ് ഈ പറയുന്ന സാഡർ ആൻഡ് വൈസർ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ അവിടെ നോക്കിക്കേ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ഒരു ശൈലിയാണത്. ദുഃഖകരവും പ്രയാസമേറിയതുമായ കാര്യങ്ങൾ പിന്നീട് മനുഷ്യർക്ക് ജീവിത പാഠങ്ങളായി മാറാം എന്ന ആശയമാണ് ഈ ശൈലി പ്രയോഗത്തിനുള്ളത്. അപ്പൊ ഇവരുടെ സുജാത ദേവിയുടെ ഈ ഒരു ലെറ്ററിന്റെ ആന്തരിക അർത്ഥം എന്ന് പറയുന്നതും ഈ ശൈലിയുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. ഇനി അതല്ല എങ്കിൽ ഇതേ അർത്ഥത്തിൽ വരുന്ന മറ്റേതെങ്കിലും കവിതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസോ തന്നതിന് ശേഷം ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീത എന്ന് പറയുന്ന ഒരു കവിതയിലെ വ്യഥ പോലെ അറിവോതിടുന്ന സദ്ഗുരുവും മർത്തിന് വേറെ ഇല്ലതാൻ എന്ന് പറയുന്ന ഒരു കവിതാശകലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് തത്തുല്യമായ ആശയമാണ് ജീവിത പാഠങ്ങളിലൂടെ സുജാത ദേവി നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ ഒരു താരതമ്യം വേണമെങ്കിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ താരതമ്യം ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടിന്റെ ഗുണവും ദോഷവും എഴുതി വേണം എന്ത് ചെയ്യാം, നമ്മൾ താരതമ്യം ചെയ്യുന്ന സാധാരണഗതിയിൽ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ തയ്യാറാവുക. അതിനനുസരിച്ചുള്ള വായന നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മുടെ ഈ ഒരു കത്താണ് ഈ സാധനം. ചിലപ്പോൾ ഒരു കത്ത് എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഈ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് ചിലപ്പം കത്തായിരിക്കും, കത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് ചോദ്യം വരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ യാത്രാ വിവരണത്തിൽ ഒരു യാത്രാ വിവരണം തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചിലപ്പോൾ ഉണ്ട്. പിന്നെ പ്രഭാഷണം എന്നൊക്കെ പറയുന്ന സാധനം, പ്രഭാഷണം, ഉപന്യാസം, ഇതൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ വരുന്നൊരു സാധനങ്ങൾ. അപ്പൊ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കത്തിൽ നമ്മൾ കൊടുക്കണം. പിന്നെ അതിൻ്റെ അകത്തെ കത്ത് വായിക്കുമ്പോൾ വായിക്കുന്ന ആൾക്ക് അത് ഫീൽ ചെയ്യണം, ആ രീതിയിൽ എഴുതണം. വൈകാരിക
വൈകാരികത വ്യക്തമാകുന്ന ഭാഷ, പിന്നെ കത്തിന്റെ ഘടന പാലിക്കണം. ആ കത്തിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുക. പിന്നീട് അതിൻ്റെ അകത്ത് ചില പ്രയോഗങ്ങളുണ്ട്. ചില പ്രയോഗങ്ങൾ. ഈ പ്രയോഗങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാം. അപ്പം അങ്ങനെ പല രീതിയിൽ 2ഓ 4ഓ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ 5ഓ ഇതിലേത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം വരാം. അപ്പം നോക്കുക, യാത്രയിൽ കൊണ്ട വെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യാത്രയിൽ കൊണ്ട വെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യാത്രയിൽ കൊണ്ട വെയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഈ പറയുന്ന ഇതുമായി നമ്മൾ ലൈഫിൽ നിന്നും നേടുന്ന ചില തിരിച്ചറിവുകളുണ്ട്, എക്സ്പീരിയൻസസ് ഉണ്ട്, അനുഭവങ്ങളുണ്ട്. അപ്പൊ ആ അനുഭവങ്ങളെയും മറ്റു കാര്യങ്ങളെയുമാണ് ഇവിടെ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യാത്രയിലൂടെ നമ്മൾ നേടുന്ന നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ തിരിച്ചറിവുകൾ ഇതൊക്കെയാണ്. മലയാളത്തിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്നൊരു ചൊല്ല് അല്ലെങ്കിൽ ഒരു ശൈലി പ്രയോഗം വരുന്നുണ്ട്. നമുക്കത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നതാണ് അല്ലേ? അപ്പോൾ ഇനി നിങ്ങളുടെ ഇപ്പൊ തീയിൽ തൊട്ടാൽ പൊള്ളും എന്നുള്ളത് ആരും നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കത് അനുഭവമുള്ളതാണ്. അപ്പോൾ ഈ അനുഭവം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റോഡിന്റെ എന്താണ് മര്യാദയ്ക്ക് റോഡിൽ കൂടി പോയില്ലെങ്കിൽ വണ്ടി വന്നിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് പല ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു യാത്രയിലൂടെ നേടിയ അനുഭവങ്ങളെ പ്രതിനിധാനം ചെയ്യാനാണ് ഇവിടെ ഈ പറയുന്ന പ്രയോഗങ്ങൾ ഉപയോഗിച്ചേക്കുന്ന കാര്യവും ഓർത്തു വെക്കുക. ഇനി ഒന്നാമത്തെ യൂണിറ്റ് ആ ഒരു പ്രവേശക പാഠം നമ്മൾ കഴിഞ്ഞു. അതിനുശേഷം ശാന്തിനികേതനത്തിലെ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് യാത്രാവിവരണമാണ്. എസ്.കെ. പൊറ്റക്കാരന്റെ യാത്രാവിവരണം ശാന്തിനികേതനത്തിലേക്ക് നടത്തിയ. ശാന്തിനികേതനെ കുറിച്ചുള്ള ഒരു കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളുക. ഇനി രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്രൊഫൈലും ജസ്റ്റ് അതെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യം വരുമെന്ന് അറിയില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു പുതിയ മാതൃകകളൊക്കെ വെച്ച് നോക്കിയിട്ട് സാധ്യതയില്ല. എങ്കിലും ചിലപ്പോൾ ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. അപ്പോൾ കവി, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകൃത്ത്, നടൻ, തത്വചിന്തകൻ, ഇങ്ങനെ കുറേ മേഖലകളിൽ. പിന്നെ ദേശീയ ഗാനത്തിന്റെ രചയിതാവ്, ഗുരുദേവ എന്നാണ് അദ്ദേഹത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. മഹാത്മാ എന്ന ഗാന്ധിയെ ആദ്യമായി വിശേഷിപ്പിച്ചത് ടാഗോറാണ്. അങ്ങനെ കുറേ ഇത്. പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വമാനവികത, പരിസ്ഥിതി ദർശനം, വിദ്യാഭ്യാസ ദർശനം, കലാദർശനം, ഇങ്ങനെയുള്ള കുറേ മേഖലകളിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈല് ഒന്ന് ജസ്റ്റ് നോക്കുന്നത് നന്നായിരിക്കും. ഇനി പാഠത്തിലേക്ക് നമ്മൾ കടക്കി കഴിയുമ്പോൾ പ്രധാനമായിട്ടും ഈ പാഠത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിലെ പ്രകൃതി ദൃശ്യങ്ങളുടെ അവതരണം എപ്രകാരമാണെന്ന് ചോദിക്കാം. അതായത് ശാന്തിനികേതനം എന്ന പാഠത്തിലെ പ്രകൃതി ദൃശ്യങ്ങളെ എപ്രകാരമാണ് അവതരിപ്പിച്ചേക്കുന്നത് എന്ന് ചോദിക്കാം. കേരളവുമായുള്ള താരതമ്യം എങ്ങനെയെന്ന് ചിലപ്പോൾ ചോദിക്കാം. ശാന്തിനികേതനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ചോദിക്കാം. അവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ എന്തൊക്കെയെന്ന് ചോദിക്കാം. ഇനി ഈ പറഞ്ഞ യാത്രാ വിവരണത്തിന്റെ ഭാഷ എപ്രകാരമായിരുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇങ്ങനെ പല ചോദ്യങ്ങളും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി നോക്കിക്കേ, ശാന്തിനികേതനിലേക്കുള്ള യാത്രയിൽ എസ്.കെ. കാണുന്ന പ്രകൃതി ദൃശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറിയ ഒരിടമാണ് ശാന്തിനികേതനത്തിന്റെ പ്രവേശക കവാടം എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ? അപ്പോൾ അതേപോലെ തന്നെ ആ പറയുന്ന പടുകിഴവൻ പാത എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. പിന്നെ അവിടെ കാണുന്ന കേരളത്തിൻ്റെതായ ചില സാദൃശ്യങ്ങൾ അവിടെ കാണാം. തെങ്ങുകളും താളവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽക്കൂട്ടങ്ങൾ, പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ, ഇവയൊക്കെ നമുക്ക് അവിടെ കാണുന്ന കാഴ്ചകളാണ്. പിന്നെ പുണ്യാശ്രമം എന്ന പ്രയോഗം ശാന്തിയും സമാധാനവും സ്വച്ഛതയും ലാളിത്യവും ചേർന്ന പ്രകൃതിയുടെ തുറന്ന ഇടമാണെന്ന് സൂചിപ്പിക്കാം. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവിടെ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബംഗാളിലെ കാഴ്ചകൾ എങ്ങനെയാണ് യാത്രികനെ സ്വന്തം നാടിനെ ഓർമ്മിപ്പിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട്. കേരള ദൃശ്യങ്ങൾ ഇതേ രീതിയിലാണ്, പ്രകൃതി ദൃശ്യങ്ങൾ ഇത്. ഇപ്പൊ ഈ പറയുന്ന 3 ചോദ്യങ്ങൾക്കും ഈ ഉത്തരം നമുക്കവിടെ കൊടുക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി പാഠഭാഗത്തെ ഭാഷയുടെ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതുക. അത് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഭാഷയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ആ ഭാഷയുടെ പ്രത്യേകതകളാണ്. ഉദാഹരണമായിട്ട് ചില വാക്കുകൾ കൊടുത്തേക്കുന്നുണ്ടോ? നഗരത്തിലെ നിരന്തരമായ കരഘരാരവം, പിന്നെ അതേപോലെ തന്നെ പ്രശാന്തമുഖമായ കുശല പ്രശ്നം, ജരാനര ബാധിച്ച പടുകിഴവൻ പാത,
കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങൾ, ഒഴിഞ്ഞ പാടങ്ങളിലൂടെ എഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത്, ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. നമ്മുടെ എസ്സേയിലോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഭാഗങ്ങളിലോ ഒക്കെ ഈ സാധനങ്ങളൊക്കെ കൂട്ടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ സഹായകരമാകും. അപ്പോൾ ഓർത്തിരിക്കുക, പാഠഭാഗത്തെ ഭാഷയുടെ പ്രത്യേകതകളായിട്ട് കൊടുക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്നറിയാവോ? അതിലെ വ്യത്യസ്തമായ വർണ്ണനകൾ വർണ്ണനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ അവതരിപ്പിക്കുന്ന രീതിയാണ്. പിന്നെ വാക്മയ ചിത്രങ്ങൾ. ഈ വാക്മയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ വാക്മയ ചിത്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ താരതമ്യങ്ങൾ, പലതുമായിട്ട് താരതമ്യം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ആലങ്കാരിക ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംസാര ഭാഷയെക്കാളും ഉപരിയായിട്ട് കുറച്ച് ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ദീർഘവാക്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം, ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ദീർഘവാക്യങ്ങൾ എന്താണെന്ന കാര്യം ഓർത്തിരുന്നോളൂ. അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ എക്സാമ്പിൾ, ഇത് ഓരോന്നിനും എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഇത് സാധനങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ എഴുതി പഠിക്കുക, കാണാതെ പഠിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമല്ല. ജസ്റ്റ് വായിക്കുക, വായിക്കുന്നതിനിടയിൽ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. വെറുതെ വായിച്ച് ആദ്യം മുതൽ അവസാനം വരെ കഥ മനസ്സിലാക്കാൻ വേണ്ടിയല്ല, വായനയുടെ ഇടയിൽ ഈ പ്രത്യേകതകളെയും അല്ലെങ്കിൽ ഈ പറയുന്ന രീതികളെയും എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികൾ എന്തൊക്കെയാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികൾ. എന്തൊക്കെയാണ്? പ്രകൃതിയുടെ ഭാഗമായി മാറുന്ന പഠനമാണ് അവിടെ നടത്തുന്നത്. പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തുകളുടെയും മധ്യയാണ് ആ വിശ്വവിദ്യാലയം ഇരിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും കലാഭവനം, സംഗീത ഭവനം എന്നിങ്ങനെ പറയുന്ന, അതേപോലെ തന്നെ ശ്രീനികേതനം എന്നിങ്ങനെ പറയുന്ന 3 പാഠ്യമേഖലകൾ അവിടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ പിന്നെ കുട്ടികളുടെ സമഗ്രമായ കഴിവുകളെ കണ്ടെത്താനും വളർത്താനും പരിപോഷിപ്പിക്കാനും ഉപയോഗിക്കുന്ന സ്ഥലമാണത്. മാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഉത്തരവാദിത്വ ബോധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഒരു കുട്ടിയെ ഈ പറയുന്ന എല്ലാ മൂല്യങ്ങളിലൂടെയും അതേപോലെ തന്നെ കഴിവുകളിലൂടെയും വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിശ്വവിദ്യാലയമാണ് ശാന്തിനികേതൻ. അപ്പം ഇങ്ങനെ ഈ പറയുന്ന ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. അതും ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചേ മതിയാവൂ, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ചിലപ്പോൾ പൊതുവായിട്ട് ചോദിക്കാം, സുജാത ദേവിയുടെ കത്ത്, ശാന്തിനികേതൻ എന്ന് പറയുന്ന യാത്രാ വിവരണം, ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമൺ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സുജാത ദേവിയുടെ കത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അവിടെ യാത്രാനുഭവം കത്ത് രൂപത്തിലാണ് അവതരിപ്പിച്ചേക്കുന്നത്. 2 മാസത്തെ ഹിമാലയൻ യാത്രയെ കുറിച്ചാണ് അതിൻ്റെ അകത്ത് വരുന്നത്. യാത്രയിൽ നിന്ന് പഠിച്ച അനുഭവങ്ങൾ ജീവിതത്തിൽ പാഠങ്ങളായി മാറുന്നതിനെ കുറിച്ചാണ് അവരുടെ കത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. ഇനി ഹിമാലയൻ യാത്ര എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹിമാലയൻ യാത്ര എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഹിമാലയൻ യാത്ര നമുക്ക് 2 അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഹിമാലയൻ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിമാലയൻ ടാസ്ക് എന്ന് പറയുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭഗീരഥ പ്രയത്നം എന്ന് മലയാളത്തിലൊരു ശൈലി പ്രയോഗമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള, അതായത് വളരെ കാഠിന്യമേറിയതായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഹിമാലയൻ യാത്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിമാലയത്തിലേക്ക് നടത്തിയ യാത്രയാണ്, പക്ഷേ അവിടെ ഹിമാലയൻ യാത്ര എന്ന് പറയുന്ന ആ ടേമിന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ അത് കൊടുത്തിരിക്കുന്ന ഭാഷയുടെ പ്രത്യേകതകൾ. പിന്നെ ഇവിടെ ശാന്തിനികേതനത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എസ് കെ പൊറ്റക്കാട്ടിലേക്ക് വരുമ്പോൾ, സഞ്ചാര സാഹിത്യമാണ്. ശാന്തിനികേതനത്തെ പരിചയപ്പെടുത്താനുള്ള യാത്രയാണ് എസ് കെ നടത്തിയിരിക്കുന്നത്. അറിവും അനുഭവവും തേടിയുള്ള യാത്രയാണ്. കേരളവുമായി താരതമ്യമുണ്ട്. വാഗ്മയ ചിത്രങ്ങൾ, വർണ്ണനകൾ, പ്രയോഗങ്ങൾ, ഇങ്ങനെയുള്ള പിന്നെ വ്യാകരണ സംബന്ധമായ കാര്യങ്ങൾ, ദീർഘവാക്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, താരതമ്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ ചോദിക്കാം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് പോവുക എന്ന് മാത്രം. ഇനി എസ് കെ പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യത്തിന്റെ പ്രത്യേകതകളെ മുൻനിർത്തിക്കൊണ്ട് ചിലപ്പം ഒരു യാത്രാ വിവരണം, നിങ്ങൾ നടത്തിയ ഒരു യാത്രാ വിവരണം തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ എസ് കെയുടെ സഞ്ചാര സാഹിത്യത്തിന്റെ പ്രത്യേകതകളെ പാഠഭാഗത്തെ മുൻനിർത്തി വിശകലനം ചെയ്യുക അല്ലെങ്കിൽ വിശദീകരിക്കുക എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ എസ് കെ പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ അവിടെ അനുവാചകരെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകുന്ന അവതരണ രീതിയാണ് എസ് കെയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഭാഷയുടെ സൗന്ദര്യം, വളരെ മികച്ച അല്ലെങ്കിൽ വാഗ്മയ ചിത്രങ്ങളിലൂടെ, വർണ്ണനകളിലൂടെ വായനക്കാരെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പൊ അതിന് എക്സാമ്പിളും കൂടെ നിങ്ങൾ എഴുതി വെക്കണം, വെറുതെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ ശാന്തിനികേതനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശാന്തിനികേതനത്തിന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തി നിൽക്കുന്ന മലയാളിയെ അല്ലെങ്കിൽ വായനക്കാരെ അവരുടെ കൂടെ തന്നെ ആ പടുകിഴവൻ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മുടെ ഈ കൺമുമ്പിൽ കാണണം. അപ്പൊ വായിക്കുമ്പോൾ കാണണം. അപ്പൊ അങ്ങനെ വാഗ്മയ ചിത്രങ്ങളിൽ അവതരിപ്പിക്കുന്നതാണ്. പിന്നെ മുഖംമൂടിയില്ലാത്ത പച്ച മനുഷ്യരെ അന്വേഷിച്ചുള്ള യാത്ര, ഉദാത്തമായ മനുഷ്യ സ്നേഹം, മനം മയങ്ങിപ്പോകുന്ന പ്രകൃതി സ്നേഹം, സൂക്ഷ്മമായ നിരീക്ഷണ പാടവം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ
പ്രത്യേകതകളായിട്ട് വരുന്നതാണ്. പിന്നെ അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാൻ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ. ഇനി പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ ചിലപ്പം ചിഹ്നങ്ങളെ വെച്ചുകൊണ്ട് ചിലപ്പോൾ ശരിയായ ചിഹ്നം ചേർത്ത് എഴുതിയിരിക്കുന്ന ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അല്ലെങ്കിൽ ശരിയായ ചിഹ്നം അത് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ അവിടെ ചേർക്കേണ്ട ചിഹ്നം ഏതെന്ന് ചോദിക്കാം. അപ്പോൾ ചിഹ്നങ്ങളെ പറ്റി ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ ഇപ്പോൾ പൂർണ്ണവിരാമം എന്ന് പറയുന്ന സാധനമുണ്ട്. പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പിൽ പറയുന്ന പേരാണ് പൂർണ്ണവിരാമം. പിന്നെ ചോദ്യചിഹ്നം ക്വസ്റ്റ്യൻ മാർക്ക്, ആശ്ചര്യചിഹ്നം എക്സ്ക്ലമേഷൻ മാർക്കാണ്. ആ സാധനങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളുക. അല്പവിരാമം, കോമ, പിന്നെ ഉദ്ധരണി കൊട്ടേഷൻസ്, പിന്നെ ഭിത്തിക സെമികോളൻ, അർദ്ധവിരാമം, ഇങ്ങനെ പറയുന്ന സാധനങ്ങൾ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഭിത്തിക, അർത്ഥവിരാമം, രേഖ, വലയം, ഇങ്ങനെയൊക്കെ മലയാളത്തിൽ പറയുന്ന ഇതുണ്ട്. അപ്പോൾ ഈ ചിഹ്നങ്ങളെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ആ ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് പോവുക. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എഴുതി വെച്ച് നോക്കുക. ഫുൾ സ്റ്റോപ്പ് എവിടെയാണ് ഇടേണ്ടത്, ക്വസ്റ്റ്യൻ മാർക്ക് എവിടെയാണ് ഇടേണ്ടത്, ആശ്ചര്യചിഹ്നം എവിടെയാണ് ഇടേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ പറയുന്ന ഒന്നാമത്തെ എന്താണ് പ്രവേശക പാഠവുമായി ബന്ധിപ്പിച്ചും അതേപോലെ തന്നെ ഒന്നാമത്തെ പാഠവുമായി ബന്ധിപ്പിച്ചും പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ ഭാഷയെപ്പറ്റി ഓർത്ത് വെച്ചോണം. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ പ്രയോഗങ്ങളെക്കുറിച്ച് ഓർത്ത് വെച്ചോണം. പിന്നെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് ഓർത്തോണം. പിന്നെ വിശ്വവിദ്യാലയം എന്ന് പറയുന്ന സമ്പ്രദായത്തെ പറ്റി ഓർത്തോണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റി ഓർക്കണം. പിന്നെ നമ്മുടെ കാടുകളുടെ താളം തേടി അതിൻ്റെ സാധനങ്ങളും ഓർത്തോണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ ആ ഒരു ഭാഗവുമായി ബന്ധിപ്പിച്ച് നോട്ട് ചെയ്ത് ഇപ്പം തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.